ഹായ് ഫ്രണ്ട്സ്, പറമ്പിലൂടെ ഇത്തിരി നേരം. നമ്മൾ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഐറ്റമാണ് ഈ ഒരു കിൻഡൽ പേര. നല്ല സ്വീറ്റ് ആണ്, ഉള്ളിൽ വൈറ്റ് കളറാണ്. പഴുക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇത് നമ്മളൊരു അമ്മപ്പേരനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു ഗ്രാഫ്റ്റിംഗ് എടുത്തിട്ട് അതിനെ ആദ്യം ചെടിച്ചട്ടിയിൽ നട്ടു. അതിന് ശേഷം മണ്ണിലേക്ക് നടുകയായിരുന്നു. ഞാൻ ഇനി ഗ്രാഫ്റ്റിംഗ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ആർക്കായാലും എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രാഫ്റ്റിംഗ്. ഇത് നമ്മൾ ബഡ് ഒരു സപ്പോർട്ട മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 4-5 പഴം നമ്മളിപ്പോൾ തന്നെ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. ബനാന സപ്പോർട്ടയാണ് അത്. നല്ല മധുരമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് വേഴാമ്പലിൻ്റെ കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു ഓമപ്പഴം തിന്നാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലിത് ഓമമരം, ഓമപ്പഴം എന്നൊക്കെയാണ്, ഓമയ്ക്ക എന്നൊക്കെയാണ് പറയുന്നത്. പല നാട്ടിലും പല പേരാണ്. കപ്ലങ്ങ, കപ്പയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബഡ് ചാമ്പയാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ പറമ്പിൻ്റെ ഒരു സൈഡാണിത്. ഒരു ഏരിയ മാത്രമാണ് ഇത് കേട്ടോ. ഇവിടെ നമ്മൾ വാഴ വെച്ചിട്ടുണ്ട്. പാളയംതോടനാണ്. അത് പഴുക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുരുമുളക് തൈ ഉണ്ട്. ഇവിടെയൊക്കെ വഴുതനങ്ങ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. ഒത്തിരി നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങയൊക്കെ. ഇത് കുരുമുളകിൻ്റെ തൈയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടായിരിക്കുന്ന പേരയ്ക്ക് ഇത് വലുതാകുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു നാടൻ ആത്തച്ചക്കയില്ലേ, അതിൻ്റെയൊക്കെ ഒരു വലിപ്പം വെക്കുന്നതാണിത്. അപ്പോൾ അത് സേഫായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കവർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് റംബുട്ടാൻ്റെ മരമാണ്. പൂത്തിട്ടേ ഉള്ളൂ, കായ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നമുക്ക് അബിയു നിൽപ്പുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം.